എൻ്റെ ലൈഫ് മാറ്റിമറിക്കാം. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഈ നിമിഷം വരെയുള്ള ഞാനല്ല ഇനി മുതൽ എന്താവൂ ഒരു ടോട്ടൽ എക്സ്പീരിയൻസിലേക്ക് വരാം കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ക്ഷയരോഗം വരുമോ? അതാണല്ലോ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നേരിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ബായ്. ഞാനുള്ളത് ക്യൂട്ടീസ് ഇന്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക്കിലാണ്. ഷാർജയിലാണ്. ഇവർക്ക് ദുബായിലും ഓഫീസുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്തത് ക്യൂട്ടീസിൽ നിന്ന് കേട്ടോ. അസീസിൻ്റെത് വളരെ മനോഹരമായിട്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്. 2 കൊല്ലമായി. അതുപോലെ തങ്കച്ചൻ മിഥുന. ഇവരൊക്കെ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ടും നോബിയുടെ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് വെച്ചിട്ടൊക്കെയാണ് ഞാനിവിടെ വന്നത്. എങ്ങനെയുണ്ടോ നമുക്ക് നേരിട്ട് അന്വേഷിക്കണമല്ലോ. വായ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സംശയങ്ങളാണ്. ഇതിൻ്റെ റേറ്റ് എത്ര, ഇതെങ്ങനെയാണ്, ആരോഗ്യം എന്താവും, ഈ പ്രൊസീജിയർ ഭയങ്കര വേദനയുള്ളതാണോ, എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു തീരുമാനമാക്കും. അല്ല പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ലൈഫ് മാറ്റിമറിക്കുകയാണ്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ ഇതിലെ വെറ്ററിനായിട്ടുള്ള ഒരാളെ തപ്പിയെടുക്കുക തന്നെ വേണം. എൻ്റെ ഒരു രീതി അതാണ്. സിംഹത്തിനെ അതിൻ്റെ മടയിൽ പോയി തന്നെ കാണണം. സിംഹത്തിൻ്റെ മടയിലേക്ക് ഇദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഇപ്പോൾ ഡോക്ടർ ആയതുകൊണ്ടല്ല, അല്ലാണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മനുഷ്യൻ ഭയങ്കര പോസിറ്റീവാണ്. ഒരു വീഡിയോ ആക്കി ഇദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ നമുക്ക് പണ്ടേ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് നിലവിൽ കേരളത്തിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് വലിയ പ്രശ്നമാണ്, വലിയ വിഷയമാണ്. എന്താണ് ഡോക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇല്ല, നമ്മൾ എന്ത് പ്രൊസീജിയറിന് പോവുകയാണെങ്കിലും ഇല്ലെങ്കിൽ എന്ത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് ആയിക്കോട്ടെ, ക്ലിനിക്കലായിക്കോട്ടെ, ഇതൊരു മെഡിക്കൽ ആണെങ്കിൽ അതിലൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായേക്കാം. ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കേണ്ട ആ സൈഡ് എഫക്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമായിട്ട് മാറുകയും ചെയ്യും. കാരണം അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരാൾക്കും ഈ ഒരു സമയത്ത് കുറച്ച് കോമൺ സെൻസ് ഇല്ല. അവർക്ക് അറിയാലോ എവിടെ പോകണം, ആരെടുത്ത് എന്ത് ട്രീറ്റ്മെൻറ്റിന് പോകണം. ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റിന് നമ്മളൊരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? എനിക്കൊരു ജനറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാനൊരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് വേണം പോകാൻ. അല്ലാതെ ഞാനത് വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിലൊരു ആക്യുറേറ്റ് ഇത് കിട്ടത്തില്ല. സ്കിൻ ട്രീറ്റ്മെൻറ്റ്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഡെർമാറ്റ് ക്ലിനിക്കിൽ, ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ആ സ്കിന്നിൻ്റെ ഇഷ്യൂസും ആ പ്രൊസീജിയേഴ്സിൻ്റെ റിസൾട്ടും അതിൻ്റെ ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ വർക്കാണ്. ഐ എം എ ഡെർമറ്റോളജിസ്റ്റ്. എനിക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിൽ ഫെയിലിയർ വന്നു. കാരണം സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല, മുടി ഉണ്ടാവില്ല. ഇതിലൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പ്രൊസീജിയറിൽ ഇരിക്കുക എന്നുള്ളത് മേ ബി പ്രാക്ടിക്കലി പോസിബിൾ ആയില്ല. ഇതൊരു ടീം വർക്ക് ആയിരിക്കും. അതിൽ അസിസ്റ്റിംഗ് ഡോക്ടേഴ്സ്, ടീം നഴ്സസ്, ടെക്നീഷ്യൻസ്, ഒരു ബണ്ടിൽ ഓഫ് ടീം വർക്ക് ആവുന്ന സമയത്തേക്കാണ് ഇവർക്ക് ഇത് എക്സ്റ്റേണലി ഫോക്കസ് ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സിന്. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എവിടെ പോവുകയാണെങ്കിലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു ക്ലിനിക്കിൽ എത്രത്തോളം കേസുകൾ നടക്കുന്നുണ്ട്, അതെല്ലാം ആരെല്ലാം ചെയ്യുന്നുണ്ട്, ആ പ്രൊസീജിയേഴ്സ്, എൻ്റെ റിസൾട്ട് എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു ക്ലിനിക്കിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അതിൻ്റെ മെയിൻ പാർട്ട് ഇപ്പോൾ ഫിറോസ്ക പറഞ്ഞ പോലെ ആ ഒരു ക്ലിനിക്കിൽ ഒരു വിസിറ്റ് ബിഫോർ ദാറ്റ്, പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു എൻക്വയറി ലൈക്ക് ആ ഒരു വിസിറ്റ് ചെയ്ത് കൺസൾട്ടേഷൻ ചെയ്ത് ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുത്ത് പിന്നെ പ്രൊസീജിയറിലേക്ക് പോവുക. ശ്രദ്ധിക്കേണ്ട അതാണ്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ തലമുടി കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം ആരാണ്, എന്താണ്, അദ്ദേഹം അതിന് എലിജിബിൾ ആണോ എന്നുള്ളത് ഏറ്റവും ആദ്യം പഠിച്ചിട്ട് വേണം ഹെയറിൽ കൈവയ്ക്കാൻ. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ച ആദ്യ നിമിഷം ഞാൻ ചെയ്തത് ഏറ്റവും മികച്ചൊരു ക്ലിനിക്കിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര കമൻറ്റബിൾ ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ പൊന്നുപോലെ നോക്കും കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അവരുടേതായിട്ടുള്ളൊരു നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. ഫസ്റ്റ് ഓഫ് ഓൾ. 2, ഇതിൻ്റെ പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് തരും. ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ്, പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് അവെയറാവും. നമ്മൾ ഈ പുറത്ത് നാട്ടിൽ പറയുന്നത് പോലെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ചുമ്മാതാണ്. ഞാൻ അതിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരിത് മാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഇതാ ഇവരിവിടെ ഡ്രിം ചെയ്തിട്ടുണ്ട് കണ്ടോ, കംപ്ലീറ്റ് ഡ്രിം ചെയ്തു. എന്നിട്ട് ഈ ഭാഗത്തെ മുടിയെ വേരോടുകൂടി എടുത്തിട്ടാണ് അവരിവിടെ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൽ എൻ്റെ തന്നെ സ്വന്തം മുടി അവിടെ വളർന്നു വരും. ഒരാഴ്ച 2 ആഴ്ച ഗ്യാപ്പിൽ അത് നോർമലായിട്ട് വന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇന്നീ നിമിഷം വരെയുള്ള ഞാനല്ല ഇനി മുതൽ അങ്ങോട്ട്. ഈ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഡോക്ടർ ചെയ്യുന്നത് എൻ്റെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാം. പക്ഷേ സ്പോട്ടായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ, ഓരോ ലൈനിലായിട്ട്. ഇങ്ങനെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്ന് വെച്ചാൽ ഇവർ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കണ്ടോണേ, ഇവരെൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വൈബ്രേറ്റർ വയ്ക്കും. വായിക്കോണേ.
ഒരു ടോട്ടൽ എക്സ്പീരിയൻസിലേക്ക് വരാം കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. ഈ കടന്നുപോയ പ്രോസസ്സ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. അതെന്തുകൊണ്ട് ഈ ക്ലിനിക്ക് തന്നെ, ഈ ഡോക്ടർ തന്നെ എന്ന് ചോദിക്കുന്നിടത്താണ് ഇതിനകത്തെ കളി ഇരിക്കുന്നത് കേട്ടോ. ഏറ്റവും ആദ്യം ഞാനിത് ചെയ്യാൻ തീരുമാനിക്കുന്നിടത്ത് തന്നെ ഞാൻ റെഫറൻസ് എടുത്തു. ഈ പറഞ്ഞ പോലെ അസീസിൻ്റെ റെഫറൻസ്, തങ്കച്ചൻ്റെ റെഫറൻസ്, നമ്മുടെ നോബിയുടെ റെഫറൻസ് പോലെയുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളറിയാതെ നിങ്ങൾ ഈ മേഖലയിൽ ഒരു വെറ്ററൻ ആവുകയാണ്. അപ്പോൾ അതും എന്നെ വളരെയേറെ ഈ പറഞ്ഞ പോലെ സ്വാധീനിച്ചു. എനിക്കിതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ആവാലോ, കാശുണ്ടല്ലോ എന്ന് വെച്ചാൽ കാശില്ല. നമ്മൾ കരുതുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്നത്ര ഭീമമായിട്ടുള്ള മറ്റേ വീടിൻ്റെ പ്രമാണം എടുത്തുകൊണ്ടൊന്ന് ലോൺ വെച്ചിട്ട് അതൊന്നുമില്ല. ഇവിടെ വരിക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അദ്ദേഹം നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രാഫ്റ്റ് ചെയ്യണം എന്നൊരു സംഗതി ഡിസൈൻ ചെയ്യും. അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ചിലവ് വരിക. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഭീമമായ ചിലവ് വരില്ല. ഡോക്ടർക്ക് അവരോട് എന്താണ് പറയുന്നത്? ഫസ്റ്റ് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഒരു പ്രൈസിങ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക, ഒരാളെ വാക്ക് കേൾക്കാതെ. കാരണം പല രീതിയിലും പല പ്രൈസിങ്ങും പല ഓഫറുകളും ഉണ്ടാവും. പക്ഷേ ആ ക്ലിനിക്കിൽ നിങ്ങൾ പോയിട്ട് എത്രത്തോളം എനിക്ക് കവറേജ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുത്തിട്ട് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക് അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ പോയിട്ട് ഇതിനെ പറ്റിയൊരു കൺസൾട്ടേഷൻ ചെയ്യുക. ഇതെല്ലാം തന്നെ പക്ക എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണം, പക്ക ഹൈജീനിക്കാണ്. ഓരോ അണുവിലും പരമാവധി വൃത്തി സൂക്ഷിക്കുന്ന അത് വേണം അല്ലേ? അല്ലേ, ഇതൊരു ലോങ് പ്രൊസീജിയറാണ്. കറക്റ്റ്. ഇതിൽ സ്റ്റെറിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഹോസ്പിറ്റാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാം നോക്കി ഞാൻ പറഞ്ഞോ സൈഡ് എഫക്ട്. അതെ, കാരണം ഇത് പ്രൊസീജിയർ ചെയ്യുന്ന പേഷ്യൻറ്റും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും കോൺഷ്യസ് ആണ്. ഒരു പ്രൊസീജിയറിൻ്റെ ഇടയിൽ ബ്രേക്കൊക്കെ എടുത്ത് നടന്നു പോകുമ്പോൾ ദേ നോസ്, ഒരു നോളജുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഹൈജീനിറ്റി ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നേരത്തെ പറഞ്ഞാൽ ഞാൻ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തു. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി അത് എടുത്ത് തന്നെ പറയണം. നമ്മളെ അങ്ങ് കംഫർട്ടബിൾ ആയി കേട്ടോ. നമുക്ക് ഭയങ്കര ധൈര്യം തരും. നമ്മുടെ കൈ പിടിച്ച് ഒരാളുണ്ടാവും, നിങ്ങൾ തളരില്ല, വീഴില്ല, ഈ പ്രോസസ്സ് തീരുന്നത് വരെയും അത് കഴിഞ്ഞിട്ടും ഞങ്ങളുണ്ട് കൂടെ എന്നൊരു ഫീല് നമുക്ക് തരും. മൂന്നാമത് എനിക്ക് തോന്നിയത് ഇവരുടെ ഒരു ടീമുണ്ട്. ഇവരുടെ ടീം ഭയങ്കര, അതായത് ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുമ്പോഴാണ്. ഇപ്പോൾ എൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇതൊരു ടീം വർക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് എല്ലാ ടീമും കൂടെ കയറി എന്ത് ചെയ്യും എൻ്റെ തലയിൽ ഒരാൾക്കല്ലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ല, ഇവരൊരു ടീമായി ഇരുന്നിട്ടാണ് നമ്മുടെ തലയിൽ ആ വർക്ക് വളരെ എണ്ണിപ്പറക്കി കൃത്യമായി ഗ്രാഫ്റ്റ് ചെയ്ത് ആ പ്രോസസ്സൊക്കെ ഒരു ലോക്കൽ അനസ്തീഷ്യയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേദനിക്കില്ലെങ്കിലും അറിയാൻ പറ്റും, നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അത് ഇവരുടെ വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നി. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, പ്രിയപ്പെട്ടവരെ, ഡോക്ടർ അത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ മറ്റ് പല ക്ലിനിക്കുകളും നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു മത്സരം വേണ്ടെന്നോ അല്ലെങ്കിൽ ആ സൗഹൃദം കളയേണ്ടെന്നോ കരുതിയിട്ടായിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാം, നമ്മുടെ ശരീരമാണ് ഒരു ടെമ്പിളാണ്. നമ്മുടെ ശരീരം ആരോടൊപ്പം പകുക്കണം എന്നതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒന്നാണ്. എവിടെ പകുക്കണം, എവിടെ ചെയ്യണം എന്നുള്ളത്. അതിന് ഏറ്റവും മികച്ച ഓപ്ഷൻ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ സജഷനിൽ ക്യൂട്ടീസ് ഇന്റർനാഷണൽ തന്നെയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, വരൂ, വന്നിട്ട് ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ നടക്കട്ടെ അല്ലേ? യെസ്, എല്ലാവരും എവിടെയാണെങ്കിലും ഏത് ക്ലിനിക്കാണെങ്കിലും ഇതിൻ്റെയൊക്കെ തിയറി ഒന്നേ ഉള്ളൂ, മുടി എടുക്കുന്നു വെക്കുന്നു. തിയറി സിമ്പിളാണ്, ബട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഏതൊരു ക്ലിനിക്കിലും അതൊന്ന് റിസർച്ച് ചെയ്യുക ആ ക്ലിനിക്കിനെ പറ്റി. ഇല്ലെങ്കിൽ അവിടെ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ക്ലിനിക്ക്, എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്തിട്ട്, സെൽഫ് സ്റ്റഡി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ, ഇത് മാത്രമല്ല എന്തും ഈ ഒരു കാലത്ത് ബെറ്റർ ആയിരുന്നു. അതെ അതെ. അപ്പം അങ്ങനെ പൊളിച്ചെടുക്കൂ. എല്ലാവർക്കും നല്ലൊരു മുടിക്കാലം ആശംസിക്കണം. പൊളിഞ്ഞു പോയ എല്ലാ മുടിയും തിരിച്ചു വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരകട്ടെ പ്രകാശം.